നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. കൂട്ടുകാരെ, നന്മയും നർമ്മവും കോർത്തിണക്കിയ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇടയിൽ കാണുന്ന പല കുറവുകളും നാം തിരുത്തുന്നത് അത് മറ്റുള്ളവരിൽ കാണുമ്പോഴാണ്. നമുക്ക് വേണ്ടി ആ കാഴ്ച വിരുന്നുമായി എത്തുന്നു നമ്മുടെ കൂട്ടുകാർ, കാട്ടിലെ കൂട്ടുകാർ. അങ്ങനെ ഇവിടെ എത്തി. പപ്പീസിന്റെ വീടല്ലേ ഇത്? നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചാലോ? ശരിയാ, വല്ലാത്ത ദാഹം. ഇനിയിപ്പോ അവ അവിടെ കാണൂ? കാണാതെ എവിടെ പോവാനാ? അല്ല, ചിലപ്പോ സാധനങ്ങൾ വാങ്ങാൻ ചന്തയിൽ പോവും. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം, ദാഹിച്ചിട്ട് വയ്യ. എന്നാ വാ. പപ്പീസേ, പപ്പീസ്. പപ്പീസ് ആരെയും കാണുന്നില്ലല്ലോ. എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാന്ന്. പപ്പീസേ, ഓ പപ്പീസ്. ഒരു പ്രതികരണമില്ലല്ലോ. പപ്പീസ്. അല്ല, ആരൊക്കെ ഇത്? പപ്പീസ് എവിടെ പോയതായിരുന്നു? ഞാനേ പറമ്പി പോയതാ, കുറച്ച് തെങ്ങും കുഴി കുത്താനുണ്ടായിരുന്നു. ഞങ്ങൾ കുറെ നേരം ഇവിടെ നിന്ന് വിളിച്ചു പോണു. അമ്മയും അച്ഛനും പറമ്പി പോയിരിക്കും. ശരി. ആട്ടെ, എന്താ എന്റെ വീട്ടിലേക്ക്? ഞങ്ങള് വെറുതെ ഈ വഴി പോയപ്പോ ഒന്ന് കേറിയതാ. ഓഹോ, അപ്പൊ നിങ്ങൾ കളിക്കാൻ പോവാണല്ലേ? അതെ പപ്പീസേ, ഞങ്ങൾ കളിക്കാൻ പോവാണെന്ന്. നീ വരുന്നോ? അയ്യോ ഇല്ല മോട്ടു, ഇനിയും കൊറേ പണിയുണ്ട് ബാക്കി. ഈ മോട്ടു ദാഹിക്കണെന്ന് പറഞ്ഞ കാരണം ഇവിടെ കേറി. അയ്യോ സോറി, ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വെള്ളം കിട്ടാതെ വല്ലാതെ വിഷമിച്ചു അല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല, അതെ. ഞങ്ങള് വിചാരിച്ചു പപ്പീസ് ഇവിടെ കാണുമെന്ന്. ഞങ്ങൾ പോവാ. പപ്പീസ് കളിക്കാൻ വരുന്നില്ലല്ലോ. അയ്യോ നിങ്ങൾ പോകാനോ? ഞാൻ ദേ അകത്ത് പോയിട്ട് ദിപ്പ വരാം. വേണ്ട പപ്പീസേ, വേണ്ട. ഇരി 5 മിനിറ്റ് പ്ലീസ്. അതൊന്നും വേണ്ട പപ്പീസേ. ഞാൻ ദേ വന്നു. അയ്യോ, പാവം. ഇവിടെ ഇരിക്കാം. അതെ വേണ്ടായിരുന്നല്ലേ? അതെ അതെ, ഈ സമയം പോയ സമയത്ത്. എന്തായാലും പപ്പീസ് നല്ലവനാ. എന്നാൽ അവൻ എത്ര വിഷമിച്ചാ പറമ്പിൽ നിന്ന് വന്നത്. എന്നിട്ട് നമ്മളെ സൽക്കരിക്കുന്നത് കണ്ടില്ലേ? നല്ല മനസ്സിനുടമകള് അങ്ങനെയാ. അപ്പറഞ്ഞു ശരിയാ. നിങ്ങൾ ഇങ്ങോട്ട് അകത്തോട്ട് കയറി ഇരിക്കാമായിരുന്നില്ലേ? എന്താ പപ്പീസ് ഇത്? ഞങ്ങൾക്ക് കുറച്ച് പച്ചവെള്ളം അയ്യോ, മതിയല്ലോ. നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നതല്ലേ, ഇത് കഴിക്ക്, ഒരു സന്തോഷത്തിനല്ലേ. ഇത് ഇത്തിരി തേൻവെള്ള. ഇതാ. എന്നാലും മധുരം കുറവുണ്ടെങ്കിൽ പറയണം കേട്ടോ. താങ്ക് യു പപ്പീസ്. ദേ വീട്ടിൽ വറുത്തതാ. കഴിക്ക് കഴിക്ക്. പപ്പീസേ, നിനക്കൊരു ബുദ്ധിമുട്ടായില്ലേ? ഓ എന്ത് ബുദ്ധിമുട്ട്, നമ്മൾ കൂട്ടുകാരല്ലേ, നിങ്ങളെ സൽക്കരിക്കേണ്ടത് എന്റെ കടമയല്ലേ. സംഗതിയൊക്കെ ശരി തന്നെ. എന്നാലും പപ്പീസേ, ദേ ഒരു നേരത്തെ ആഹാരമോ ദാഹജലമോ ദാനം ചെയ്യുന്നത് കൊണ്ട് നല്ലതേ വരൂ. ദാനശീലം നമ്മളെ നന്മയിലേക്ക് നയിക്കും. അതിഥി ദേവോ ഭവ എന്നല്ലേ? അത് ശരിയാ. ദാനശീലനായ ചക്രവർത്തിയുടെ കഥ വമ്പൻ സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. നമ്മുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന പ്രമാണം. ഓക്കേ, അത് ശരിയാ. ഞങ്ങൾ കളിക്കാൻ നോക്കട്ടെ. ശരി. ഇതാ ഈ ഗ്ലാസ്. വളരെ നന്നായിട്ട് ഓക്കേ. കേട്ടോ. ഞങ്ങള് പോവാട്ടോ. ഓക്കെ, നാളെ അപ്പൊ ശരി. കാണാം കേട്ടോ. ശരി, വന്നതിൽ ടാറ്റാ. സന്തോഷം. അപ്പൊ നാളെ ക്ലാസ്സിൽ വെച്ച് കാണാം.
ഈശ്വര, ഇന്നിനി വമ്പൻ സാറിന്റെ വഴക്ക് കേൾക്കുമല്ലോ. അത്രയും വൈകി. എത്ര നേരത്തെ എഴുന്നേറ്റാലും സമയത്തിന് സ്കൂളിലെത്താൻ കഴിയില്ല. ദൈവമേ, എൻ്റെ ഈ കഷ്ടപ്പാട് എന്ന് മാറും? ദൈവമേ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ആപത്തും വരുത്താതെ അവരെ കാത്തോളണേ. വമ്പൻ സാറ് വഴക്ക് പറയുകയാണെങ്കിൽ കാര്യം പറയാം. ആ, സാറിന് പറഞ്ഞാൽ മനസ്സിലാകും. മോനെ, ആവോ മോനെ, എന്നെ രക്ഷിക്കും മോനെ. വാ. എന്താ എന്താ ചേട്ടാ, എന്താ പറ്റിയത്? വയ്യ മോനെ, വയ്യ. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ. ചേട്ടൻ എങ്ങോട്ടാ പോകുന്നേ? ആ, എങ്ങോട്ടെന്നറിയില്ല, എന്തിനെന്നറിയില്ല. ചേട്ടാ, അയ്യോ. ചേട്ടൻ കരയാതെ കരയാതെ കാര്യം പറ. മോനെ, ഞാൻ അനാഥനാ, അനാഥൻ. ഏ, അനാഥനോ? അതെ അതെ മോനെ, എന്നെ എല്ലാവരും കൂടി അനാഥനാക്കി. കരയാതെ കരയാതെ. ചേട്ടന് ആരുമില്ലേ? ഉണ്ടായിരുന്നു, മോനെ പോലെ അല്ല, മോനേക്കാൾ വലിയ 2 മക്കൾ എനിക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് അവരൊക്കെ എവിടെ? അവരൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയി. ഞാൻ അസുഖം വന്ന് കിടന്നപ്പോ അവരെന്നെ തെരുവിലേക്ക് തള്ളി. സാരമില്ല, സാരമില്ല. ചേട്ടൻ സമാധാനിക്ക്. മോനെ, വിശന്നിട്ട് വയ്യ. കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. കുറച്ച് ദിവസമോ? ആ, എന്റെ ദൈവമേ. വിശപ്പ് സഹിച്ച് സഹിച്ച് എഴുന്നേറ്റ് നടക്കാൻ പോലും ആവുന്നില്ല. എന്താ ഒരു വഴി? ഓ, അമ്മേ. ആ. ചേട്ടാ, ദേ ഇത് ചേട്ടൻ എടുത്തോ. ചേട്ടൻ കഴിക്കും. അയ്യോ, ഇത് മോന്റെ ചോറല്ലേ? അത് സാരമില്ല. ആദ്യം വിശക്കുന്നവന്റെ വിശപ്പ് മാറട്ടെ. കഴിക്കൂ. മോനെ, നല്ലത് വരും. മോനെ, ഈശ്വരൻ കാക്കും. ആ, ചേട്ടനെ ഞാൻ വീട്ടിലെത്തിക്കണോ? അയ്യോ വേണ്ട മോനെ, ഈ ഉപകാരം തന്നെ അധികം. ഈ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ക്ഷീണം കുറയും. അപ്പ ഞാൻ പോയിക്കോളാം. ശരി ചേട്ടാ, എങ്കില് ചോറ് വേഗം കഴിക്ക്, ക്ഷീണം മാറട്ടെ. ശരി മോനെ, മോന്റെ ഈ നല്ല മനസ്സിന് നന്ദി. മോനെ അയച്ച ഈശ്വര, നിനക്കും നന്ദി. എന്നാലേ ആയിരം ഞാൻ നന്ദി. പോയിക്കോട്ടെ, ക്ലാസ് തുടങ്ങി കാണും. ശരി, നന്നായി വരട്ടെ ശരി ചേട്ടാ. കേട്ടോ. ആ. ആ, ഓ. ഉം. അങ്ങനെ ദാനശീലനായ ആ സുഹൃത്ത് മറ്റുള്ളവരുടെ ആരാധനാപാത്രമായി. എങ്ങനെയുണ്ട് കഥ? നല്ല നല്ലതാ. മക്കളെ, നിങ്ങളും ദാനശീലരായിരിക്കണം. മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അവരെ സഹായിക്കുന്നവർ. തീർച്ചയായും സാർ. നമ്മളെ ആരൊക്കെ സഹായത്തിന് വിളിക്കുന്നോ അവരെ സഹായിക്കുക, അവരെ സ്നേഹിക്കുക. ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ വിശപ്പറിയുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന നല്ലവരായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഞങ്ങൾ നല്ല ജീവിതത്തിന് ഉടമകളായിരിക്കും, സാർ. ബെല്ലടിച്ചു. ശരി മക്കളെ, നിങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കും. ഓ, ബാക്കി കഥ ഉച്ചയ്ക്ക് ശേഷം. ശരി സാർ. വാ വാ, നമുക്ക് പുറത്തു പോവാൻ ഭക്ഷണം കഴിക്കാൻ. നല്ല വിശപ്പുണ്ട്. എനിക്കതെ. അയ്യ. ഇന്ന് അമ്മ എന്തൊക്കെയാണ് തന്നു വിട്ടേക്കുന്നത്? നല്ല പൊരിച്ചതിന്റെ മണം. അതെയോ? എനിക്കിന്ന് പൊരിച്ചതുണ്ടാവോ? പൊരിച്ചതില്ലെങ്കിൽ നിന്നെ ഞാൻ പൊരിക്കും. വാട പപ്പീസ. കേക്കാം. വിശന്നിട്ട് വയറ് കത്തുന്നു. അതെ അതെ, ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടെന്നേ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതെയോ? ഉം. അല്ല, നമ്മുടെ പപ്പീസ് വന്നില്ലല്ലോ. നേരാണല്ലോ. ആപ്പൻ ചെലപ്പോ ചോറെടുത്ത് കാണില്ലെന്ന്. ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ചെലപ്പോ അവന് വീട്ടിൽ പട്ടിണിയായിരിക്കും. നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്? അതൊക്കെ എന്താ ഗംഭീർ ഈ പറയുന്നത്? അതേന്ന്, അവന്റെ അമ്മയും അച്ഛനൊക്കെ കൂലിപ്പണിക്ക് പോയിട്ട് അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ചെലപ്പോ അരി ഒന്നും വാങ്ങി കാണില്ലേ. കഷ്ടമുണ്ട് ഗംഭീർ. കഴിഞ്ഞ ദിവസം അവന്റെ വീട്ടിൽ കയറി ജ്യൂസ് കുടിച്ചത് ഓർമ്മയില്ലേ? ഓ, അത് കുറച്ച് വെള്ളല്ലേ. എന്തായാലും എന്റെ ചോറ് ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ആ, പമ്പൻ സാർ ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ കാര്യമല്ലേ ഗംഭീർ?
ദാനശീലം. ഓ സംഗതി ശരി തന്നെ, പക്ഷേ വിശപ്പ് സഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാനൊന്ന് നോക്കട്ടെ അവൻ എന്താ വരാത്തേന്ന്. ശരി മോട്ടു, ഒന്ന് അന്വേഷിക്ക. ഓ നിങ്ങൾ അന്വേഷിക്ക്, ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കട്ടെ. അല്ല ഇവന്റെ കാര്യം കഷ്ടം തന്നെയാട്ടോ. അതെ അതെ, ഒരു നേരത്തെ ആഹാരം പോലും ഷെയർ ചെയ്യാത്തവനാവൻ. ദേ നോക്ക്, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല പപ്പീസ്. മോട്ടു, ഞാനത് പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എന്ത് ബുദ്ധിമുട്ട്? ഉള്ളത് നമുക്ക് ഷെയർ ചെയ്യാം, അത്ര തന്നെ. അല്ല ഗംഭീർ, ഇത്ര പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ? എന്താ ഗംഭീർ ഒന്നും മിണ്ടാത്തത്? നീ കാര്യം പറ. അത് പിന്നെ എന്താ ഗംഭീർ, വിശന്നിട്ട് പാടില്ല, നീ കാര്യം പറ. ചങ്ങാതിമാരെ, എന്റെ ചോറ് താഴെ വീണ് പൊട്ടിപ്പോയി. അയ്യോ. എന്താ ഗംഭീർ ഈ പറയുന്നേ? അതേന്ന്, അത്യാഗ്രഹിയായ ഞാൻ ചോറ് തിന്നാൻ ഓടിയതാ. ചവിട്ടുപടിയിൽ തട്ടി വീണ് ചോറ് മുഴുവൻ പോയി. ശോ, സാരമില്ല ഗംഭീർ. അതെ, നീ വിഷമിക്കാതെ ഗംഭീർ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതെ പപ്പീസ്. അതെ, ചങ്ങാതിമാരെ, ഞാൻ മറ്റുള്ളവരോട് വിഷമം കണ്ടില്ല, എനിക്ക് അതിനുള്ള ശിക്ഷ കിട്ടി. സാരമില്ല ഗംഭീർ, നമുക്ക് ഇവരോടൊപ്പം ഇവരുടെ ഭക്ഷണം വാങ്ങിക്കഴിക്കാം. ക്ഷമിക്കണം പപ്പീസ്, നീ ഭക്ഷണം കൊണ്ടുവരാത്തത് എന്താണെന്ന് പോലും അന്വേഷിക്കാതെയാ ഞാൻ. ഓക്കെ ഓക്കെ, നേരം കളയണ്ട. മകനെ പപ്പീസ്. ആരാണ്? ഇതെന്താ? ഇതെവിടുന്നാ ഒരു ശബ്ദം? സംശയിക്കേണ്ട, എവിടുന്നാ ഒരു ശബ്ദം കേൾക്കുന്നു? ഞാൻ തന്നെ. ആരാത്? ചേട്ടന്റെ ശബ്ദമല്ലേ അത്? ഞാൻ വഴിയിൽ വെച്ച് കണ്ട ചേട്ടന്റെ അതേ ശബ്ദം. അതെയോ? അതേ മകനെ, ഞാൻ തന്നെ. മോളീന്നാ? നീ നല്ലവനാ. നിനക്ക് ദാനശീലത്തെക്കുറിച്ച് കൂട്ടുകാരിൽ ബോധമുണ്ടാക്കാൻ സാധിച്ചു. നിനക്കെന്നും നല്ലത് വരട്ടെ. ദൈവമേ, എന്റെ ദൈവമേ, എന്നെ പരീക്ഷിച്ചതാണല്ലേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് എത്ര നല്ലവൻ. നിന്റെ ഭക്ഷണം എന്തു ചെയ്തുവെന്ന് പോലും നീ കൂട്ടുകാരോട് പറഞ്ഞില്ല. നീ അവരുടെ ഇടയിൽ അഹങ്കരിച്ചില്ല. നീ എന്നും നല്ലവനായി, നല്ല മനസ്സിന്റെ ഉടമയായി ജീവിക്കും. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി. മോട്ടു, ഗംഭീർ, എന്താ പപ്പീസേ? പീലി, നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് പാടാം. തീർച്ചയായിട്ടും. ഞാനെന്നും സ്തുതിക്കും എൻ പരനി തിരുവരസുതനി, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും എൻ പരനി തിരുവരസുതനി, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. കണ്ടോ, നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ഇവരുടെ കഥകളിൽ നിന്ന്. ഓരോ കഥയുടെ നന്മകളും നമ്മുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഓരോ കൗതുക നിർമ്മാണങ്ങളും. നമുക്ക് കാണാം മാണിക്യച്ചെപ്പ്. വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ചിന്താവിഷയം എല്ലാവരിലും നന്മ കാണുക. അപ്പോൾ ആ ഒരു ചിന്താവിഷയത്തിന് വേണ്ടി നമ്മൾ ഇന്നൊരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. കാണാമല്ലേ? അപ്പം നിങ്ങൾക്കിപ്പം സ്ക്വയർ ആയിട്ടുള്ള പേപ്പറില്ല, നിറമുള്ള പേപ്പറില്ല, സങ്കടപ്പെടേണ്ട. സാധാരണ ബുക്കിൻ്റെ ഒരു പേപ്പറോ അല്ലെങ്കിൽ A4 പേപ്പറോ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ സ്ക്വയർ ആക്കി മാറ്റിയാൽ മതി. അപ്പം എങ്ങനെ സ്ക്വയർ ആക്കി മാറ്റാമെന്ന് ആദ്യമേ നമുക്ക് നോക്കാം. അപ്പം അതിനു വേണ്ടി ഒരു പേപ്പർ എടുക്കുക. ഇത് A4 വലുപ്പത്തിലുള്ള ഒരു പേപ്പറാണ്. A4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയൊക്കെ എഴുതത്തില്ലേ, അപ്പം ആ വലുപ്പത്തിലുള്ള പേപ്പറിനാണ് A4 വലുപ്പമുള്ള പേപ്പർ എന്ന് പറയുന്നത്. ഇത് ചെയ്യേണ്ടത്, ഈ പേപ്പറിൻ്റെ ഇങ്ങനെ പിടിച്ച് കഴിയുമ്പം കണ്ടോ, ഇതിൻ്റെ വീതി ഇതിന് കുറവല്ലേ, ഇതാണ് നീളം കൂടുതലുള്ള വശം. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീളവും വീതിയും തുല്യമായിരിക്കും. അപ്പം ഈ വക്ക് ഇതിൻ്റെ ഇത്രയും നീളത്തിൽ തന്നെ നമ്മൾ ഈ വക്കും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെ സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റും. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ സമചതുരം എന്ന് പറയത്തില്ലേ, അതാണ്. അപ്പം അതിനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക്കിനോട് ചേർത്ത് നമ്മൾ മടക്കും. ചിലപ്പോൾ നിങ്ങൾക്കിത് നേരത്തെ അറിയാമായിരിക്കും, അറിയത്തില്ലെങ്കിൽ ഇതാ ഇപ്പം ഇതുപോലെ നോക്കിയിട്ട് ഇങ്ങനെ മടക്കുക. കണ്ടോ മടക്കുന്നേ? ഇതാ നോക്കിക്കോ. അപ്പം എപ്പം നമ്മൾ മടക്കിയാലും ആ മടക്കിയ പാടിൽ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് അമർത്തി വരയ്ക്കണം. ഇതാ ഇപ്പം കണ്ടോ, ഇങ്ങനെ ഒരു ത്രികോണം നമുക്കിവിടെ കിട്ടി അല്ലേ, ഒരു ട്രയാങ്കിൾ. ഇത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെ ഇത് കണ്ടോ, ഇത്രയും ഭാഗത്ത്
ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതായത് ദീർഘചതുരമുണ്ട്. ഇത്രയും ഭാഗം നമ്മൾ അങ്ങ് മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മുറിച്ച് കളയുമ്പോഴാണ് നമുക്ക് സ്ക്വയർ കിട്ടുന്നത്. അതിനുവേണ്ടി നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയുള്ള ഭാഗത്തെ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസിനോട് ചേർത്ത് മടക്കാം നമുക്ക്. മടക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഉണ്ടോ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഭാഗം. ഇനി ചെയ്യേണ്ടത് ഒരു കത്രിക അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഈ ഭാഗം മുറിച്ച് കളയണം. അപ്പോൾ മുറിച്ച് കളയുമ്പോൾ ശേഷിക്കുന്ന ഭാഗം സ്ക്വയർ ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ മേശപ്പുറത്ത് വല്ലതും വെക്കുക, അതിനുശേഷം ബ്ലേഡ് എടുക്കുക അല്ലെങ്കിൽ കത്രിക എടുക്കുക. നമ്മൾ സാവകാശം അപ്പോൾ നമ്മൾ മുറിച്ച് കളഞ്ഞില്ലേ. അപ്പോൾ മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പിൽ നമ്മളിങ്ങനെ നിവർത്തുക. അപ്പോൾ നിവർത്തുമ്പോൾ നമുക്ക് കണ്ടോ, നമുക്ക് സ്ക്വയർ പേപ്പർ കിട്ടും. ഈ സ്ക്വയർ പേപ്പറാണ് നമ്മുടെ ആക്ടിവിറ്റിക്ക് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എല്ലാവരും സ്ക്വയർ പേപ്പർ റെഡിയാക്കിയോ? അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. എല്ലാവരും എടുത്ത് വെച്ചില്ലേ? അപ്പം നിങ്ങളുടെ സ്ക്വയർ പേപ്പർ നിങ്ങളിപ്പോൾ തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ അതിൻ്റെ നടുക്ക് ഒരു വര കാണാം. കണ്ടോ, ഇത് ഡയഗണൽ എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഒരു ഡയഗണൽ ഇതിൽ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയത് ഇങ്ങനെയല്ല, കടയിൽ നിന്ന് സ്ക്വയർ പേപ്പർ വാങ്ങിയതാണെങ്കിൽ അപ്പോൾ അതിൽ ഡയഗണൽ ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഡയഗണൽ മാർക്ക് ചെയ്യണം. എങ്ങനെ ഡയഗണൽ മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണേഴ്സ് ഇല്ലേ, ഈ രണ്ട് മൂലകൾ, ഈ മൂലകളെ ചേർത്ത് അങ്ങ് മടക്കിയാൽ മതി. ഇങ്ങനെ ഈ മൂലകളെ ഇങ്ങനെ പിടിക്കുക, അതിനുശേഷം ഇങ്ങനെ ചേർത്തിട്ട് മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് മടക്കിയ ഭാഗത്ത് നമ്മളിങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വരക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയഗണലിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം അത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡയഗണലിൽ ഒരു വര കാണാം. അപ്പോൾ എല്ലാവർക്കും വര കണ്ടില്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ നമ്മൾ പേപ്പർ പിടിക്കുമ്പം ഇതിൻ്റെ ടോപ്പിലുള്ള ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള എഡ്ജസ് കണ്ടല്ലേ. അപ്പോൾ ഇതാണ് രണ്ട് എഡ്ജസ്. ഈ രണ്ട് എഡ്ജസിനെയും നമ്മളിപ്പോൾ നടുവിലുണ്ടാക്കിയ വരയില്ലേ, ആ വരയിലേക്ക് ചേർത്ത് മടക്കണം. റെഡിയല്ലേ? അപ്പം മടക്കാനായിട്ട് നമ്മൾ എപ്പോഴും എവിടെയെങ്കിലും വെച്ചിട്ട് മടക്കുവാണ് നല്ലത്. അപ്പം ഞാനിവിടെ വെച്ച് മടക്കാം. അപ്പം നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. റെഡി? ഇവിടെ വെച്ചു. ഇനി ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വക്കിനെ എടുത്തിട്ട് നമ്മൾ നടുക്കോട്ട് മടക്കുന്നു. അപ്പം മടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ബോൺ ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ വരയ്ക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിലോ നമ്മുടെ ഫോർക്കോ അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു വശം നമ്മൾ മടക്കി കഴിഞ്ഞ്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. കണ്ടല്ലോ? അപ്പോൾ നമ്മൾ ഒരു വശം മടക്കി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ വക്കും മടക്കണം. റെഡിയല്ലേ? അപ്പോൾ ഞാനിങ്ങോട്ട് വെച്ചിട്ട് മടക്കാം. സാവകാശം നമ്മളിങ്ങോട്ട് വെക്കുക. ഇപ്പം നമ്മൾ രണ്ട് വശവും മടക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ കിട്ടിയിട്ടില്ലേ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം രണ്ട് വശവും നമ്മൾ മടക്കിയില്ലേ, ഇനി അതിനെ നേരെ തിരിച്ചു പിടിക്കണം. മറുവശം നിങ്ങൾക്ക് അഭിമുഖമാകുന്ന പോലെ പിടിക്കണം. അപ്പോൾ അതിനിങ്ങനെ സാവകാശം നമ്മൾ പേപ്പർ തിരിക്കണം. ഇനി ചെയ്യേണ്ടത്, ഇപ്പം ലെഫ്റ്റും റൈറ്റും ഉള്ള ഈ എഡ്ജുകളുണ്ട്, ഈ എഡ്ജുകളെ ഒരിക്കൽ കൂടെ നമ്മൾ ഈ നടുക്കുള്ള ലൈനിലേക്ക് മടക്കണം. നേരത്തെ മടക്കി അത്ര എളുപ്പമാകത്തില്ല ഇത് മടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് വളരെ വീതി കുറവാണ് ഇപ്പം മടക്കേണ്ടത്. അപ്പം ഞാനിവിടെ വെച്ചിട്ട് മടക്കി കാണിക്കാം. അപ്പം നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. ഞാനിവിടെ വെച്ചിട്ട് മടക്കി കാണിക്കാം. ഞാനത് ഉയർത്തി കാണിക്കാം. നോക്കിക്കേ. ഇപ്പോൾ ഒരു വശം നമ്മൾ മടക്കി അല്ലേ? ഇനി ഇതുപോലെ തന്നെ നമ്മൾ മറുവശവും മടക്കണം. ഇവിടെ വെച്ചിട്ട് ഞാൻ മടക്കാൻ പോണ. അപ്പം ഞാൻ രണ്ടു വശവും മടക്കിയിട്ടുണ്ട്. അതാ നിങ്ങളെ കാണിക്കാം. കണ്ടോ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം. അടുത്ത സ്റ്റെപ്പ് ഇപ്പം ഇങ്ങനെയല്ലേ പേപ്പർ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത്, ഇതിൻ്റെയും കൂർത്താറ്റം അല്ലേ ഈ മുകളിലത്തെ മൂല, ഇതിനെ നമ്മൾ ഈ താഴെയുള്ള മൂലയോട് ഇങ്ങനെ ചേർത്ത് മടക്കുക. നോക്കിക്കോണേ. ഇത് ഞാനിവിടെ നിലത്ത് വെച്ച് മടക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും.
അപ്പം ഇങ്ങനെ മടക്കുമ്പോൾ ഇങ്ങനെ ചുളിവുകളൊക്കെ ചിലപ്പോൾ കടലാസിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൈകൊണ്ട് സൂക്ഷിച്ച് ആ ചുളിവുകളൊക്കെ നിവർത്തണം. അതായത് ഇത് കണ്ടോ, മടക്കി കഴിയുമ്പോൾ ഈ ഒരു ആകൃതിയിലായിരിക്കും നിങ്ങളുടെ കടലാസ് ഇപ്പോൾ ഉണ്ടാവുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ 2 പേപ്പറില്ലേ താഴെ, അതിൽ ഈ താഴെയുള്ള പേപ്പർ അതിന് ഏകദേശം ഒരു 1 ഇഞ്ച് വീതി. അപ്പോൾ ആ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ നേരെ മുകളിലേക്ക് മടക്കും. സൂക്ഷിച്ച് നോക്കിയോ, ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് മടക്കും. ഉണ്ടോ? അപ്പോൾ നമ്മുടെ മടക്ക് പൂർത്തിയായി. ഇനിയിപ്പോൾ ഒരു മടക്കും കൂടെ ചെയ്താൽ മതി. അപ്പോൾ അതിനെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ ഇല്ലേ നമുക്ക്. അപ്പം ഈ വെർട്ടിക്കൽ ലൈനിലൂടെ നേരെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ മടക്കുക. എന്താ ഇങ്ങനെ ഒരിക്കൽ കൂടെ ഞാൻ മടക്ക് കാണിക്കാം. അപ്പം ഇങ്ങനെ നിങ്ങൾ പേപ്പർ പിടിച്ചു കഴിഞ്ഞിട്ട് ഈ പേപ്പറിനെ നമ്മൾ ഇങ്ങനെ മടക്കുക. കണ്ടോ? അപ്പം ഇങ്ങനെയായിരിക്കും ഇപ്പം നിങ്ങളുടെ പേപ്പർ ഉണ്ടാകുന്നത്. ഇനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേപ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് പിടിക്കുക. കണ്ടോ? ഈ ഭാഗത്ത് പിടിച്ചിട്ട് പതുക്കെ ഇതിനെ വലിക്കുക. ഇതാ ഇങ്ങനെ വലിച്ചിട്ട് ഏകദേശം ഒരു 45 ഡിഗ്രി അളവിൽ വരുമ്പം നമ്മളൊന്ന് അമർത്തി കൊടുക്കുക പേപ്പറിൽ. അപ്പോൾ അമർത്തി കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു മടക്കുപാടുണ്ടായിട്ട് അത് അതുപോലെ അങ്ങോട്ട് സെറ്റാവും. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗം നമ്മളിങ്ങനെ പതുക്കെ ഉയർത്തുക. എത്തി കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് അമർത്തുക. കണ്ടോ? അപ്പോൾ നമ്മുടെ അരയന്നം പൂർത്തിയായിരിക്കുന്നു. കണ്ടോ? ഈ അരയന്നം ഇവിടെ വെക്കാം. മേശപ്പുറത്തൊരു നല്ല ഡെക്കറേഷനായിട്ട് നിങ്ങൾക്ക് വെക്കാം. പിന്നെ പല നിറത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിനുശേഷം എന്താ ഇങ്ങനെ നിങ്ങളുടെ മേശപ്പുറത്തിൽ തന്നെ നിന്നുകൊള്ളും. വേറെ സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. പല കളറിലുള്ള പേപ്പറുകൾ കൊണ്ടുണ്ടാക്കാം. നിങ്ങൾക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒരു പേന കൊണ്ട് ഇവിടെ കണ്ണൊക്കെ കൊടുത്ത് ഇതിനെ മനോഹരമാക്കി മാറ്റാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് എത്ര അരയന്നം വേണേലും പല വലിപ്പത്തിലുള്ള പേപ്പറിൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിന്താവിഷയവും അരയന്യവുമായിട്ട് എന്താണ് ബന്ധം നിങ്ങൾക്ക് ചോദിക്കുക അല്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ജീവികളെ പറ്റി പറയാറുണ്ട്. അപ്പം അതിലൊന്ന് പന്നി, മറ്റത് കാക്ക, വേറൊന്ന് രാജഹംസം. രാജഹംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിത്തിക്കൽ ജീവിയാണ്. അപ്പം രാജഹംസം എന്നുള്ള യഥാർത്ഥത്തിലുള്ളതാണോ അല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇത് 3 തരത്തിലുള്ള മനുഷ്യരെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പന്നിയുടെ സ്വഭാവം എന്താണ്? അപ്പോൾ പന്നിയുടെ മുമ്പിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക. എങ്ങനെയുള്ള ഭക്ഷണമാണ് പന്നിക്ക് സാറിന് നമ്മൾ കൊടുക്കുന്നത്? ഏറ്റവും മോശമായിട്ടുള്ളത് അല്ലേ? ചീഞ്ഞത്, ആർക്കും വേണ്ടാത്തത്, ഏറ്റവും മോശമായിട്ടുള്ള സാധനം. അപ്പം ഒരിടത്ത് ചീഞ്ഞതും നല്ലതും എല്ലാം ഉണ്ടെങ്കിലും പന്നിയുടെ പ്രിഫറൻസ് എവിടെയായിരിക്കും? ഏറ്റവും മോശമായത് പോയി തിന്നാനായിട്ട്. എന്നാൽ കാക്കയുടെ കാര്യം എങ്ങനെയാണ്? കാക്ക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ ഭക്ഷണവും കഴിക്കും, നല്ല ഭക്ഷണവും കഴിക്കും. അപ്പം നല്ലതും ചീത്തയും എല്ലാം കൂടെ കഴിക്കുന്ന സ്വഭാവമാണ് കാക്കയ്ക്കുള്ളത്. അപ്പോൾ ഈ രാജഹംസം എന്ന് പറയുന്ന പക്ഷിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപ്പറ്റി പറയുന്നത് പാലും വെള്ളവും ചേർന്ന ഒരു മിശ്രിതം അതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പാല് മാത്രം വലിച്ചു കുടിക്കാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരു സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നന്മ മാത്രം എടുക്കാൻ കഴിവുള്ളതാണ് ഈ രാജഹംസം. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ കാണുന്ന ഓരോരോ മനുഷ്യരും ഈ 3 കാറ്റഗറിയിൽ എവിടെയെങ്കിലും പെടുന്നതായിരിക്കും. നമ്മൾ എവിടെയാണ് പെടുന്നത്? നമ്മൾ പന്നിയുടെ സ്വഭാവമുള്ളവരാണോ, കാക്കയുടെ സ്വഭാവമുള്ളവരാണോ, അതോ രാജഹംസത്തിൻ്റെ സ്വഭാവമാണോ? അത് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്ക് എന്താണ് ശ്രദ്ധിക്കുന്നത്? അവരുടെ നല്ല കാര്യങ്ങളാണോ മോശം കാര്യങ്ങളാണോ? അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് അല്ലേ? അപ്പോൾ നമ്മളെ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ എന്താണ് ടീച്ചർ ഏറ്റവും മോശമായിട്ട് ചെയ്ത കാര്യങ്ങൾ, അതിലായിരിക്കും നമ്മളുടെ ശ്രദ്ധ. അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും മോശമായിട്ട്. നമ്മുടെ മാതാപിതാക്കൾ
അവർ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധ എപ്പോഴും കിടക്കുന്നൊക്കെ അവർ നമ്മളോട് എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലാണ്? നമ്മളൊരു പന്നിയുടെ സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. മോശമായിട്ടുള്ള കാര്യം മാത്രം, അതായത് മോശമായിട്ടുള്ള ഭക്ഷണം മാത്രം സ്വീകരിക്കുന്നതിലേക്ക്. അപ്പം ചില അവസരങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി അപ്പം കുറേ ആൾക്കാരുടെ നന്മ കാണാനും പറ്റും, അവരുടെ തിന്മ കാണാനും പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കാക്കയുടെ ഒരു നിലവാരത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പം എവിടെയാണ് എന്നതല്ല പ്രധാനം, ഇനി എന്താകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പന്നിയുടെ നിലവാരത്തിലാണ് ചെയ്യുന്നത്, എന്തിൻ്റെയും കുറ്റങ്ങൾ മാത്രമാണ് കാണുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കുറ്റം കാണും, റോഡ് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ കുറ്റം കാണും, ഒരു TV പ്രോഗ്രാം കാണുമ്പോൾ അതിൻ്റെ കുറ്റം കാണും. അപ്പം ഇങ്ങനെ നമുക്ക് എന്തിൻ്റെ കുറ്റം പറയുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഒരു നന്മ കൂടെ എടുക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പം നമുക്കൊരു കാക്കയുടെ നിലവാരത്തിലേക്ക് വരുവാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആവേണ്ടത് ആ നിലവാരമല്ല, നമ്മളെല്ലാം ഹംസത്തിൻ്റെ നിലവാരത്തിലേക്കാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. ഇപ്പോൾ രാജഹംസത്തെ പോലെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരു സാധനത്തിൻ്റെ മിക്സ്ചറിൽ നിന്ന് പോലും നന്മ മാത്രം വലിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പം എന്ത് കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും ആരെ കണ്ടു കഴിഞ്ഞാലും അവരുടെ നന്മയിലേക്ക് നോക്കുക, അവരിൽ എന്താണ് നന്മയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയണം. ആ ഒരു രീതിയിൽ നമ്മുടെ കണ്ണിനെ നമ്മൾ പാകപ്പെടുത്തണം. ഇപ്പം നമുക്കൊരു വിഷമുള്ള ഒരു വിഷയമുണ്ട്, ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ എന്തെങ്കിലും ഒരു നല്ല വശത്തിലേക്ക് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കൂ. ആ വിഷയം കൊണ്ടുള്ള ഒരു ഉപകാരം എന്തെന്ന് നമ്മൾ ആലോചിക്കൂ. ആ ഒരു രീതിയിൽ അതിനോട് നമുക്കൊരു താല്പര്യം വളർത്തിയെടുക്കാൻ കഴിയും. അതുപോലെ നമുക്കൊരു ടീച്ചറെ ഇഷ്ടമില്ല, ഒരു കൂട്ടുകാരനെ ഇഷ്ടമില്ല, പക്ഷെ ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഈ ഭൂമിയിലില്ലേ? അപ്പം അവരുടെ കണ്ണിലൂടെ ഇവരെയൊന്ന് കാണാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞേ അപ്പോൾ നമുക്ക് അതുവരെ കാണാതിരുന്ന ഒരു നന്മ അവരിൽ കാണാൻ കഴിയും. അങ്ങനെ എന്തിലും നമുക്ക് നന്മ കാണാൻ കഴിയുമ്പോൾ നമ്മൾ രാജഹംസത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരുകയാണ്. ഇതുപോലെ മനോഹരമായ ഒരു രാജഹംസമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പം ഈ ആക്ടിവിറ്റി നിങ്ങളെ ഓരോരുത്തരെയും ഒരു രാജഹംസമായി മാറാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ആക്ടിവിറ്റി ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ആക്ടിവിറ്റിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും ഈ കൗതുക കാഴ്ച ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയിട്ടേ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം. അതുകൂടാതെ ഇന്നത്തെ ഈ കാഴ്ചകളെ പറ്റി നിങ്ങൾക്ക് ജീസസ് കിഡ്സിന് എഴുതാം. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും പുതിയ വിഭവങ്ങളുമായി അടുത്തയാഴ്ച. ബൈ ബൈ.